പഴയതൊന്നും വയ്യ. മാമ ഇതേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു 3-4 മണിക്കൂർ സത്യം പറഞ്ഞാൽ ശരീരം ഇങ്ങനെ വിയർത്ത് കുളിക്കുന്ന രൂപത്തിൽ എക്സസൈസ് ചെയ്തില്ലെങ്കിലേ അന്നത്തെ ദിവസം എനിക്ക് പോക്കാം. മാമൻ വരുന്നോ? ഞാൻ നിന്റെ കൂടെ വന്നാലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇവിടത്തെ പണി ആയി നോക്കും. ഇവിടുത്തെ പണി ഇവിടെ എന്താ പണി ഇരിക്കുന്നത്? നീ ആവശ്യമില്ലാതെ സംസാരിക്കില്ല കേട്ടോ, എന്റെ ബായി വല്ലതും കാക്കും ഞാൻ. ഹലോ 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 ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വാ കഴിക്കാം. റെഡിയതേ മാമൻ കൊറേ നേരമായിട്ട് എക്സസൈസ് ചെയ്ത് വിയർത്ത് കുളിച്ചിരിക്കുക. ഇനിയിപ്പോ ഒന്ന് കുളിക്കാതെ മാമന് ആഹാരം കഴിക്കാൻ പറ്റും. മാമൻ കുളിച്ചിട്ട് വരാം. ഞാൻ കൈയും കാര്യം കഴിക്കിട്ട് വരാം. അല്ല അത്തരം പണിയൊക്കെ ഉണ്ടോ മാമൻ? പിന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല കൈയും കാലും കഴിയുന്നതും കുളിക്കുന്നതും. എങ്ങനെയുണ്ടോ അമ്മ? ഇത് നിങ്ങള് രണ്ടുപേരോടും ഉണ്ടാക്കിയാണോ? ഓ രണ്ടുപേരെന്ന് വെച്ചാൽ ഞാനാണ് കൂടുതൽ ഉണ്ടാക്കിയത്. എന്തോന്ന് കൂടുതൽ ഉണ്ടാക്കി? നീ എന്തോ അളന്നാ ഉണ്ടാക്കി? പിന്നെ അല്ലാതെ എളുപ്പമുള്ളതല്ല നീ ഉണ്ടാക്കിയിട്ട് പാടുള്ളത് എന്റെ തലയെ കൊണ്ട് വെച്ചിട്ട് എളുപ്പമുള്ളത് എപ്പോഴും ഈ ഇടിയപ്പം ആരാ ഉണ്ടാക്കിയത്? ഞാനാ ഉണ്ടാക്കി. ചായ ഞാൻ ചായ അവള്, മുട്ടക്കറി ഞാൻ, പപ്പടോ അതേള്. അതെ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ കൊള്ളാല്ലേ? സത്യം പറയാൻ വളരെ മോശം ആണ്. ഞാൻ അപ്പോഴേ പറഞ്ഞത് എന്തില്ലെന്ന്. പിന്നെ ആകെപ്പാടെ ഒരു ചായയുണ്ട്, അതെന്ന് പറഞ്ഞാൽ വായി വെച്ച് കുടിക്കാൻ പറ്റില്ല. പിന്നെന്ത് അതാണ്ട് മുട്ടക്കറി നല്ല പുഴുങ്ങി വെച്ചേക്കുന്ന, പക്ഷെ കടിക്കാൻ എനിക്ക് പേടിയാ, തിരിച്ചു കടിക്കുമെന്ന് പേടിയാ. പിന്നെ ആണ്ടിരിക്കുന്ന പപ്പടം ഇത് എന്ത് കടി? പച്ചവെള്ളത്തിലാണ് വറുത്തത്. അപ്പൊന്നും പറയാല്ലേ? രുചിയൊന്നുമില്ല, വെറുതെ അവർ തിന്നും പോലെ തിന്നും. പിള്ളേരെ ഞങ്ങള് തമാശ പറഞ്ഞല്ലയോ? ഞാൻ ഇടയ്ക്ക് പിടിച്ചോർന്നു പോണ. നല്ല ടേസ്റ്റ്. അതേ എനിക്ക് അയ്യോ സമയം പോയി. ടൗണിൽ വരപ്പോണം. എന്തിന് ടൗണിൽ? എന്തിന്? അല്ല എല്ലാ കാര്യവും എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അങ്ങോട്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പറയണ്ടേ? അത് വേറെ കാര്യമുണ്ട്, അത്യാവശ്യ കാര്യമാണ്. മാമന് പല കാര്യങ്ങൾ കാണും, അതൊന്നും നീ ചോദിക്കേണ്ട കാര്യമില്ല. അതെ. പിന്നെ ഞാനീ ടൗണിൽ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. രാമൻ വരുമ്പോ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ സാധനങ്ങൾ വാങ്ങിക്കാം. നിങ്ങൾക്ക് സമയമില്ലോടി, കഴിയുക പറഞ്ഞത് കേട്ടാ? രാമൻ വരുമ്പം പറയണം സാധനങ്ങൾ മാറ്റോണ്ട് വരാൻ. കേട്ടു. ചുപ്പിങ് എടുത്ത്
കരിയുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്നും കരിയുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തുണ്ടോ? സമ്മതിക്കല്ലോ ചുമ്മാ ഇരിക്കാൻ. അയ്യോ, സമയത്ത് വേണമെങ്കിൽ എടുത്തോണ്ട് വന്നാ മതി. വാഷ് ചെയ്യണം. വാഷ് ചെയ്താ വച്ചത്. ആ ദാ നീയല്ലേ വാഷ് ചെയ്തേ? അതെ. ഇനി നീ വാഷ് ചെയ്തോ. ഓ വാഷ് ചെയ്തേനെ വെച്ചേ. എന്ത് വാടി വൃത്തിയില്ലാത്തവളെ. ചേച്ചി ചേച്ചി ആ എടി എനിക്കൊരു സംശയം. എന്ത്? മാമനെ ഈ ഇടയായിട്ട് ടൗണിൽ പോക്ക് ഇച്ചിരി കൂടുതലല്ലേ? ഈ മാമന് മാമന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ കാണൂലേ? എടി ആണുങ്ങളെ സൈക്കോളജി അനുസരിച്ച് കൊടുക്കുക. ഇപ്പം എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും. മനസ്സിലായോ? എന്തെങ്കിലും ആവണം. എടി അങ്ങനെയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ മാമൻ ടൗണിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മാമ എന്തിനു പോണേ? പറയണേ അങ്ങനെ ചാടിക്കടിച്ചെന്തിന്? എന്റെ ആവശ്യമുണ്ടോ? എടി ആണുങ്ങളുടെ സൈക്കോളജി നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. ചിന്തിക്ക് അങ്ങനല്ലേ? ശരിയാണ്, ഭയങ്കര ദേഷ്യം കാണിച്ചു. അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനായിരിക്കും? പിങ്കി, നമുക്ക് അപ്പുവിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അത് നല്ല ഐഡിയ. കൊള്ളാം. വാ. ഇല്ലേ, ഓഫ് ചെയ്തിട്ട്. ഓക്കെ, സെറ്റായേ. ഓ ഇന്നത്തെ പണിയെല്ലാം തീർന്നു. ഓ വയ്യ.